അപ്പോൾ ദാസേട്ടൻ്റെ കൂടെ ഒരു ഡ്യുവറ്റാണ്. അപ്പോൾ ദാസേട്ടൻ പാടിയ ശേഷം ഇടയ്ക്ക് കുറച്ചേ ഉള്ളൂ, ഞാൻ പറഞ്ഞു അത് മതി. കേട്ട് കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ പറഞ്ഞു നീ ഒത്തിരി വിറയ്ക്കുന്നുണ്ട്, എന്തിനാ പേടിക്കുന്നത്? ഞാൻ പറഞ്ഞു ദാസേട്ടനെ കണ്ടിട്ടാണ് ഞാൻ പേടിച്ചത്, വേറൊന്നുമല്ല, സാധാ പ്രോഗ്രാമിന് പാടുമ്പോൾ എനിക്ക് ഇത്രയും പേടിയില്ല. കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കൺമതപ്പൂ കണ്ണമ്പൂ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയെ അവിടെ ആ സമയത്ത് പോയി കാണാൻ സാധിച്ചു. സ്വാമി അവിടെ എന്തോ ഒരു ഫിലിമിൻ്റെ എന്തോ വർക്ക് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ, ഉണരും നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ. നമസ്കാരം. മലയാളം ഓൺലൈൻ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജയ് തുണ്ടത്തിൽ. ഇന്നത്തെ നമ്മുടെ അതിഥി അതുല്യായ ഒരു പാട്ടുകാരിയാണ്. നിരവധി ഗാനമേള വേദികളിലൂടെ ആസ്വാദകരുടെ മനം കവർന്ന ശ്രീമതി സിന്ധു പ്രതാപ്. നമുക്ക് സിന്ധു പ്രതാപിൻ്റെ പാട്ടുവിശേഷങ്ങളിലൂടെ ഒന്ന് പോവാം. നമസ്കാരം ശ്രീമതി സിന്ധു പ്രതാപ്. സിന്ധു പ്രതാപ് നമ്മുടെ പ്രേക്ഷകർക്ക് കുറേ പേർക്കൊക്കെ സിന്ധു പ്രതാപിനെ പരിചിതമാണ്. എന്നാലും കൂടുതൽ ആൾക്കാർക്ക് സിന്ധു പ്രതാപിനെ അറിയാമോ എന്ന് ചോദിച്ചാൽ അത് സിന്ധു പ്രതാപിൻ്റെ പാട്ടിനെ ബേസ് ചെയ്തിരിക്കും. നമുക്ക് പ്രേക്ഷകർക്ക് അത്തരത്തിലൊരു ഐഡൻറ്റിറ്റി, സിന്ധു പ്രതാപിൻ്റെ പാട്ട് മേഖലയിലെ ഐഡൻറ്റിറ്റി അറിയിക്കുന്നതിലേക്കായി, അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്നതിനായിട്ട് ഒരു പാട്ടിലൂടെ നമുക്ക് തുടങ്ങിയാലോ? ഞാനൊരു സെമി ക്ലാസിക്കൽ സോങ് തുടങ്ങാം. നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട വാണിയമ്മയുടെ ഒരു ആരാധികയാണ് ഞാൻ. വാണിയമ്മയുടെ പാട്ട് തന്നെ തുടങ്ങാം. മപദനി സരി സനി ദ പരി ഗ മ മരി സ ഗ ഗ ഗ ഗ മ പ ഗ മരി സ നി സ ദ മ പ മ പ ദ മ പ സ മ പ ദ ഗ മ പ ഗ മ പ രി സ നി സരി മ നി സ പ നി സരി ദ നി പ ദ നി മ പ സ ഗ മ പ മ ഗ രി ഗ മ ഗ രി നി സരി സ നി നി രി സ നി പ നി ദ പ ഗ നി ദ പ മ ഗ രി സ സ നി ദ നി ദ പ സ സ നി ദ നി ദ പ ഗ മ പ ഗ ഗ മ പ മ പ ദ മ മ പ ദ പ ദ നി ദ നി സ നി സ സ സ. ഏകാന്തരാത്രിയിൽ കാമദേവൻ വരും എൻ്റെ സുന്ദരമാം രാജമന്ദിരത്തിൽ ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ ഞാൻ ഒരുങ്ങും ചന്ദനമണിയറയിൽ കൊഞ്ചും കുളിരിൽ ചന്ദനലതയായി ആയിരം ജതികകൾ സ്വരമായി ഉണരുമിധു ധും തന ധും തനനനനന ധുംന ധുംന ചിലങ്കി നിന്റെ നിന്റെ താളം. എപ്പോഴായിരുന്നു ഒരു പബ്ലിക് ഫംഗ്ഷനിൽ പാടാനുള്ള അവസരം കിട്ടിയത്? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അത് കോട്ടയത്ത്, എൻ്റെ അമ്മ വീട് കോട്ടയത്താണ്. അപ്പോൾ അവിടെ എൻ്റെ അമ്മയുടെ ബ്രദർ ഭയങ്കര സപ്പോർട്ടാണ് പാട്ടിനോട്. അപ്പോൾ അവിടെ നാഗമ്പടം ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെയാണ് എൻ്റെ ഉദ്ഘാടനം തുടങ്ങിയത്. ഫസ്റ്റ് പാട്ടും ഓർമ്മയുണ്ട്, പുലയനാർ മണിയമ്മ എന്നുള്ള ഗാനം, ജാനകി അമ്മയുടെ. അതിലൊരു 4 വരി പാടിയാൽ കൊള്ളാം. ആയില്യ പൂനിലാവിൽ
പാട്ട് ഫീൽഡിൽ വന്നിട്ട് എത്ര വർഷമായി കാണും? ഇപ്പോൾ ഒരു 3 പതിറ്റാണ്ട്. 35 വർഷം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനിടയിൽ സിനിമയിലും പാടിയിട്ടുണ്ടല്ലോ. രണ്ട് പടത്തിൽ പാടിയിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു ആ സിനിമകൾ? ഒന്ന് ദാസാറിൻ്റെ കൂടെ ഒരു മലയാള മാസം ചിങ്ങോന്ന് എന്ന് പറഞ്ഞൊരു പടത്തിലൊരു ഡ്യുവറ്റ് കുറച്ചേ ഉള്ളൂ എനിക്ക്, അത് പാടിയിട്ടുണ്ട്. എന്നാലും അതെനിക്കൊരു വലിയൊരു ഭാഗ്യമാണത്. തുടക്കം ദാസേട്ടൻ്റെ കൂടെ അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ദാസേട്ടനെ കാണുക, ആ കാൽക്കൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുക, അതേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. എനിക്കത് സാധിച്ചു. അതിൽ US പ്രോഗ്രാമിന് പോയപ്പോൾ മയാമി എന്നുള്ള സ്ഥലത്ത് ചെന്ന് ദാസാറിൻ്റെ വീട്ടിൽ പോയി. ഞാൻ വീട്ടിൽ പോയി ആ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും എന്നോട് ഒത്തിരി എനിക്ക് സപ്പോർട്ട് തരുമായിരുന്നു. ഇനിയും ഒരുപാട് പാടി പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് തരുമായിരുന്നു, പ്രോത്സാഹനം തരുമായിരുന്നു. പിന്നെ അതിന് ശേഷം ബിജു നാരായണൻ്റെ കൂടെ കിടിലോൽ കിടിലം എന്നും പറഞ്ഞൊരു മാപ്പിളപ്പാട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണിച്ചേട്ടൻ്റെ കൂടെ അതൊരു 2-3 പേര് ചേർന്നാണ്. അങ്ങനെ 2-3 സെയിം സിനിമയിൽ തന്നെ അല്ല, വേറെ പടം, വേറെ പടങ്ങളാണ്. ഈ ദാസേട്ടനോടൊപ്പം തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ഒരു പേടി ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് ആ ഒരു അന്തരീക്ഷം അത് കോപ്പപ്പ് ചെയ്തത്? അത് എന്നെ അന്ന് വിളിച്ചത് നിസാർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ്. പുള്ളി ഒരുപാട് കാസറ്റ്സൊക്കെ അങ്കിത് ഓഡിയോസ് എന്ന് പറഞ്ഞ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കുറേ കാസറ്റിൽ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കോഴിക്കോട്ട് വെച്ചാണ് റെക്കോർഡിങ് എന്ന് പറഞ്ഞു. അപ്പോൾ ദാസേട്ടൻ്റെ കൂടെ ഒരു ഡ്യുവറ്റാണ്. അപ്പോൾ ദാസേട്ടൻ പാടിയ ശേഷം ഇടയ്ക്ക് കുറച്ചേ ഉള്ളൂ, ഞാൻ പറഞ്ഞു അത് മതി. പക്ഷേ നേരിട്ട് ദാസേട്ടൻ പാടി കഴിഞ്ഞിട്ടാണ് എൻ്റെ ഭാഗം എടുത്തത്. അപ്പോൾ എടുത്തപ്പോഴും എനിക്ക് ദാസേട്ടൻ ഫ്രണ്ടിൽ ക്യാബിനകത്ത് ഇരിക്കണ്ടായിരുന്നു. എനിക്ക് വിറച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റുന്നില്ല, പേടിച്ചിട്ടാണ്. പേടിയും ഭക്തി ബഹുമാനം എല്ലാം കൂടെ കൂടിയോണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി ടെൻഷനൊക്കെ അടിച്ചു. അപ്പോൾ കേട്ട് കഴിഞ്ഞപ്പോൾ ദാസേട്ടൻ പറഞ്ഞു, നീ ഒത്തിരി വിറയ്ക്കുന്നുണ്ട്, എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ പറഞ്ഞു, ദാസേട്ടനെ കണ്ടിട്ടാണ് ഞാൻ പേടിച്ചത്, വേറൊന്നുമല്ല. സാധാ പ്രോഗ്രാമിന് പാടുമ്പോൾ എനിക്ക് ഇത്രയും പേടിയില്ല. അപ്പോൾ എന്തോ ഞാൻ അത്രമാത്രം റെസ്പെക്റ്റ് ചെയ്യുന്നൊരു ഗായകനായതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനത് കുറച്ചേ പാടികൾ 2 ലൈൻ എന്തോ ഉള്ളൂ. അങ്ങനെ അവനൊരു അവസരം കിട്ടി, അത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു. തുടർന്ന് ചലച്ചിത്രങ്ങളിൽ പാടാൻ ഉള്ള അവസരം കിട്ടാത്തതാണോ, അതിനുവേണ്ടി ശ്രമിക്കാത്തതാണോ? അതിനുവേണ്ടി ഇങ്ങനെ രവീന്ദ്രൻ മാഷാണ് അതിൻ്റെ മ്യൂസിക്. ഞാൻ ദാസേട്ടൻ്റെ കൂടെ ഡ്യുവറ്റ് പാടിയ രവീന്ദ്രൻ മാഷാണ്. അപ്പോൾ മാഷ് പറഞ്ഞു, സിന്ധു ഇങ്ങനെ ചാൻസുകളൊക്കെ കിട്ടണമെങ്കിൽ മദ്രാസിൽ വന്ന് സെറ്റിൽഡ് ആവണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇവളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ കഴിയട്ടെ. കാരണം അപ്പോൾ അന്ന് പറഞ്ഞ് കുറച്ച് സെറ്റിൽഡായി കുറച്ച് ടൈമൊക്കെ എടുക്കും, നമുക്കങ്ങനെ ചാൻസ് ഒന്നും കിട്ടത്തില്ല, കുറച്ച് ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും അവസരങ്ങൾ വരുമ്പോൾ അറിയിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മളങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. മാഷുമായിട്ട് കുറച്ച് പ്രോഗ്രാമിന്, രവീന്ദ്രൻ മാഷിൻ്റെ കുറച്ച് പ്രോഗ്രാംസിന് അങ്ങനെ അറ്റൻഡ് ചെയ്തു. പിന്നെ അങ്ങോട്ട് വശത്തേട്ട് പോയില്ല. പിന്നെ ഞാൻ പഠിത്തം, പിന്നെ ഫുള്ള് ഫോറിൻ പ്രോഗ്രാം, അങ്ങനെയൊക്കെ അങ്ങ് പോയപ്പോൾ പിന്നെ ഫീൽഡിൽ പിന്നെ ഈ ഗാനമേള ഫീൽഡായിപ്പോയി മൊത്തം. ഈ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള യാത്രക്കിടയിൽ ഈ മറക്കാനാകാത്ത അല്ലെങ്കിൽ മനസ്സിലെപ്പോഴും സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? ഇങ്ങനെ ചോദിച്ചാൽ ഇത് കുവൈറ്റ് പ്രോഗ്രാമിന് പോയപ്പോൾ ബോംബെ എയർപോർട്ടിൽ വന്നിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയെ അവിടെ ആ സമയത്ത് പോയി കാണാൻ സാധിച്ചു. സ്വാമി അവിടെ എന്തോ ഒരു ഫിലിമിൻ്റെ എന്തോ വർക്ക് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ മാഷിൻ്റെ സ്വാമിയെ കാണാൻ, സ്വാമിയുടെ അടുത്ത് പോയി കുറച്ച് സ്വാമിയുടെ മുമ്പിലൊരു കുറച്ച് പാട്ടൊക്കെ പാടി, അങ്ങനെയൊക്കെ അതൊക്കെ ഒരുപാട് ഓർമ്മയാണ്. പിന്നെ എല്ലാ കൂടുതലും ഈ ഫിലിം സ്റ്റാർസും കൂടെ ചേർന്നുള്ളൊരു മെഗാ ഷോ ആയിരിക്കും ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു
നല്ലൊരു ഇതായിരുന്നു, അനുഭവങ്ങളായിരുന്നു. ഒരുപാട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ US പോകുമ്പോൾ ഒരു മാസം അടുപ്പിച്ച് പ്രോഗ്രാംസ്. അങ്ങനെ 1.5 മാസമൊക്കെ കഴിയുമ്പോഴാണ് വരുന്നത്. അങ്ങനെ 3 പ്രാവശ്യം US മാത്രം പോയി. പിന്നെ ഗൾഫ് കൺട്രീസ് ഒരുപാട് പോയി, എല്ലായിടവും പോയതാണ്. അതെല്ലാം ഈ മാർക്കോസ് ചേട്ടൻ്റെ കൂടെ എല്ലാം പോയതാണ്. ശ്രീകുമാർ സാറിൻ്റെ കൂടെ ഇവിടെ കേരളത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഒരു സെമി ക്ലാസിക്കിലൂടെയാണ് തുടങ്ങിയത്. അതെ, നമുക്ക് യങ്ങർ ജനറേഷന് ഒന്ന് ഹരം കൊള്ളിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അടിച്ചുപൊളി പാട്ട് അങ്ങനെ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ കയ്യിൽ? കൂടുതലും മെലഡീസാണ് കൂടുതലും പാടുന്നത്. കാരണം വെറൈറ്റി ശബ്ദം എൻ്റെ ശബ്ദം ചേരുമോ എന്നുള്ള സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതലും മെലഡീസാണ് പാടുന്നത്. പിന്നെ ഈ ഫോക്ക് ടൈപ്പുള്ള മലയാളം സോങ്ങൊക്കെ പാടാറുണ്ട്. പിന്നെ ഈ കല്യാണപ്രായത്തിൽ പോലുള്ള പാട്ടുകളൊക്കെ പാടാറുണ്ട്. നമുക്കതൊന്ന് നോക്കിയാലോ? പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കൺമതപ്പൂ കണ്ണമ്പൂ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ കണ്ണി മണ്ണിന്റെ പൂമേ മാനം മാറോട് ചേർത്തു പുഞ്ചനെല്ലിന്റെ നാണം മഞ്ഞു മൂടിപ്പോതിഞ്ഞു ഇന്നുരാവിൽ നിന്റെ വെള്ളിച്ചിറകുകൾ കൊള്ളുന്ന തിരനെല്ലിക്കാട്ടിൽ ചുണ്ടിൽ നീ കൊട്ടി നൽകുന്ന ഞാവൽ പഴത്തിനു വന്നു ഞാൻ. ആ കാട് കുളിരണ കൂട് കുളിരണ ആറിലൊരു പിടിച്ചൂടുണ്ടോ. കല്യാണപ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കൺമതപ്പൂ കണ്ണമ്പൂണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ. കുട്ടിക്കാലത്ത് അച്ഛൻ്റെ പ്രോത്സാഹനത്തിലൂടെയാണ് ഇന്നൊരു അറിയപ്പെടുന്നൊരു പാട്ടുകാരിയായിട്ട് മാറിയത്. ഈ അച്ഛന് കലാപരമായ എന്തെങ്കിലും കഴിവുണ്ടായിരുന്നോ? ഇതിൻ്റെ ഒരു ജീൻ പകർന്നു കിട്ടിയത്? ഒന്നുമില്ല, സത്യം പറഞ്ഞാൽ വീട്ടിൽ ആർക്കും സംഗീതം അടുത്തിവിടെ പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അച്ഛൻ ഈ കഥകളി പദങ്ങൾ, കഥകളി ഇഷ്ടമാണ് കേൾക്കാൻ. പക്ഷേ സംഗീതം ഒന്നും അറിയില്ല, ആർക്കും ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ മാത്രമാണ് പഠിച്ചേക്കണത്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയാണ് എനിക്ക് എൻ്റെ അമ്മയുടെ സഹോദരൻ ബ്രദർ ഒരുപാട് പ്രോഗ്രാംസിൽ എന്നെ കൊണ്ടുപോയിട്ടുമുണ്ട്. അവരാണ് എന്നെ പുഷ് ചെയ്തത്. അച്ഛനും അമ്മയും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എനിക്ക് അത് ഭയങ്കര ഒരു എപ്പോഴും എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും. ഇന്ന് ഈ മേഖലയിലേക്ക് നിരവധി യങ് ടാലൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനൽസൊക്കെ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി ഷോസിൻ്റെ രൂപത്തിലും അല്ലാതെയൊക്കെ ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പാടി, അതും വളരെ അസലായിട്ട് പാടുന്ന ഒരുപാട് കുട്ടികൾ ഈ രംഗത്തേക്ക് വരുന്നുണ്ട്. ഒരു സംഗീത അധ്യാപിക എന്ന നിലയ്ക്ക് അതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരുപാട് കുട്ടികൾ ശിഷ്യരായിട്ടുണ്ടല്ലോ. ഉണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും ജനിച്ചു വീഴുന്നതേ സംഗീതമായിട്ടാണ്. കാരണം ഒരു കുട്ടി എൻ്റെ കീഴിൽ തന്നെ ഒരു 3.5 വയസ്സുള്ള ഒരു ബേബി പഠിക്കുന്നുണ്ട്. കാരണം ആ കുഞ്ഞ് പാടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് പോലും പറയാൻ പറ്റുന്നില്ല. നമ്മളൊരു നോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ലിറിക്സ് മാത്രം അത് പറയാൻ ബുദ്ധിമുട്ടെന്നുള്ള ട്യൂൺ അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് പാടിത്തരികയാണ്. ഭയങ്കര ടാലൻ്റാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ, എല്ലാ കുഞ്ഞുങ്ങളും. അത് നല്ലൊരു വേദിയാണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അവർക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ചാനൽ. പണ്ടൊന്നും ഇങ്ങനൊരു
ചാനൽ ഇതുപോലെ സിംഗേഴ്സിനെ വാർത്തെടുക്കുക അതില്ലായിരുന്നു. ഇപ്പോഴാണ്, ഇപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല കാലമാണ് കുഞ്ഞുങ്ങൾക്ക്. എല്ലാ കുഞ്ഞുങ്ങളും ചാനലിലൂടെ കയറി ഫേമസ് ആവുകയാണ്. നമ്മളുടെ ഒന്നും സമയത്ത് അതൊന്നും ഇല്ലായിരുന്നു. എല്ലാം പാടുന്ന കുട്ടികളാണ്. പിന്നെ അതനുസരിച്ച് പാരൻസ് ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. ഇപ്പം എൻ്റെ കീഴിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളും പഠിക്കുന്നുണ്ട്. ഒരു സീനിയർ സിറ്റിസൺ, ഒരു 85 ഏജ് വരെയുള്ളവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ല സമയത്തൊന്നും ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴിപ്പോൾ ഒരുപാട് ബാങ്കിൽ റിട്ടയേർഡ് ഓഫീസേഴ്സ്, അതുപോലെ ഹോസ്പിറ്റൽ ജീവനക്കാർ, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്ന നല്ല സമയത്തൊന്നും ഞങ്ങൾക്ക് ഇതുപോലെ പഠിക്കാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴാണ് ഞങ്ങൾക്കതിനൊരു സമയം. അപ്പോൾ അവർ പലതരത്തിലുള്ള ഫിലിം സോങ്, പേട്രിയോട്ടിക് സോങ്, ഭജൻസ്, ക്ലാസിക്കൽ എല്ലാ ടൈപ്പും പാടുന്നവരുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളാണ് അത് ആ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് ഇങ്ങോട്ട് ഇന്നലെ വൈകിട്ടും അതുപോലെ ക്ലാസ് ഉണ്ടായിരുന്നു. പൊടി 4.5 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള. അപ്പോൾ പാടാൻ ടാലൻ്റ് ഉണ്ടെന്ന് കാണുമ്പോൾ അവർ നല്ല എവിടെയെങ്കിലും കൊണ്ട് ചേർത്തവർക്ക് ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്ത് തിരിച്ച്, അപ്പോൾ ലിറിക്സ് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും കുഞ്ഞുങ്ങൾ പാടുന്ന കേൾക്കുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ശ്രീ MG രാധാകൃഷ്ണൻ സാറിനെ കാണാനിടയായി. അങ്ങനെ സാറ് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്, ലൈറ്റ് മ്യൂസിക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, നിനക്ക് പഠിക്കാൻ മേലെ എന്നൊക്കെ എന്നോട് ചോദിച്ചു സാർ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളത്താണിപ്പോൾ, ഞാൻ അവിടെ നിന്ന് വന്ന് പഠിക്കാം എന്ന് പറഞ്ഞ് സാറിന് ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഇവിടെ ജാസ് ഹോട്ടലിൻ്റെ അവിടെ ഒരു മ്യൂസിക് സ്കൂളുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വന്ന് പഠിക്കുമായിരുന്നു. സാറിൻ്റെ ഒരുപാട് ലളിതഗാനങ്ങൾ ഞാൻ വന്ന് പഠിക്കുമായിരുന്നു. അതുപോലെ സാറിൻ്റെ 2-3 സീരിയൽ എല്ലാം, സ്വാമി അയ്യപ്പൻ എന്നുള്ള സീരിയലിലെല്ലാം സാറ് പാടാൻ അവസരം തന്നിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. ഒരുപാട് സത്യം പറഞ്ഞാൽ ലളിതഗാനങ്ങളുടെ ഒരു ശേഖരം തന്നെയാണ് സാറിൻ്റെ കയ്യിലുള്ളത്. അതിലൊരുപാട് ഞാൻ പഠിക്കുകയും ചെയ്തു. അതുപോലെ ഓമനക്കുട്ടി ടീച്ചർ എന്നെ വിളിച്ച് സ്ഥാപനത്തിൽ സംഗീത ഭാരതിയിൽ സിന്ധു പഠിപ്പിക്കാൻ വരണം അങ്ങനെ പറഞ്ഞു. അവിടെ ഒരു 10 വർഷത്തോളം ഞാൻ ലളിതഗാനങ്ങളും ഫിലിം സോങ്സും ക്ലാസിക്കലും എല്ലാം ഞാൻ പഠിപ്പിച്ചു. അതും എനിക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം മലയാളം ലാംഗ്വേജ് സോങ്സാണ് കേട്ടത്. നമുക്ക് ഒരു അതർ ലാംഗ്വേജ് ഒന്ന് പഠിച്ചാലോ? തമിഴോ ഹിന്ദിയോ ഏതെങ്കിലും പാടാം. ഒരുപാട് വേദികൾ, ഒരുപാട് പാട്ടുകൾ. നമുക്ക് ഈ പാട്ടിൻ്റെയൊക്കെ ലിറിക്സ് എപ്പോഴും നമ്മൾ ഒന്ന് മെമ്മറൈസ് ചെയ്ത് ഒരു അടുക്കും ചിട്ടയോടുകൂടി വെക്കാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ എക്സസൈസസ് വല്ലതും ചെയ്യുന്നുണ്ടോ, മെമ്മറി ഷാർപ്പൺ ചെയ്യാനായിട്ട്? ലിറിക്സ് ഇപ്പോൾ ഹിന്ദി ആണെങ്കിലും തമിഴാണെങ്കിലും ഓരോ ലൈൻസ് ഒരു 15 പ്രാവശ്യം വീതം റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും ഞാൻ. കാരണം ബൈഹാർട്ട് പാടുമ്പോൾ ചിലപ്പോൾ മറന്നുപോകും. കാരണം അത് ഞാൻ ചോദിക്കാൻ കാര്യം, പുതിയ പാട്ടുകാരെല്ലാം ഈ പാം ടോപ്പോ ഒക്കെ മൊബൈലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലിറിക്സ് അവർ ഫോളോ ചെയ്യുന്നത്. പക്ഷേ പഴയ ഗായകർ അങ്ങനെയല്ല. അവർ ലിറിക്സ് മൊത്തം ഹൃദ്യസ്ഥമാക്കി അവർ ഈ മൊബൈലോ ഈ പാം ടോപ്പോ ഒന്നും ഉപയോഗിക്കുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്.
കാരണം എന്ന് പറഞ്ഞാൽ ലിറിക്സ് പഴയ കുറേ പാട്ടുകളൊക്കെ ബൈ ഹാർട്ട് അറിയാം. പിന്നെ ചില പാട്ടുകൾ നമ്മൾ ചിലപ്പോൾ പബ്ലിക്കിലൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ ലിറിക്സ് വിട്ടുപോകും. എനിക്കങ്ങനെ ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. ലിറിക്സ് ചിലപ്പോൾ മറന്നു പോകും അല്ലെങ്കിൽ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം പാടിയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ അതൊന്ന് ഫ്രണ്ടിൽ ടാബ് അല്ലെങ്കിൽ ഫോണോ എന്തെങ്കിലും വെച്ചേക്കും, അപ്പം നോക്കി പാടാമല്ലോ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ മേഖലയിൽ സിന്ധുജിക്ക് കൂടുതൽ പ്രോത്സാഹനജനകങ്ങളായിട്ട് നിൽക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്. എനിക്ക് ഇപ്പോൾ ഒരുപാട് പേരുണ്ട്, എങ്കിലും ഇപ്പോൾ എനിക്ക് എടുത്തു പറയാൻ ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ, അതുപോലെ രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓൾഡ് ഈസ് ഗോൾഡ് രാധാകൃഷ്ണൻ ചേട്ടൻ, അതുപോലെ നാരായണൻ ചേട്ടൻ, അവരുടെയൊക്കെ കൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഒത്തിരി ദൂരദർശനിലെ പ്രോഗ്രാംസ് ഇങ്ങനെ അവരുടെ ഇങ്ങനെ കാണുമ്പോൾ പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട് അവരുടെ പ്രോഗ്രാംസ്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്ന സമയത്തൊന്നും എനിക്ക് ആരെയും പരിചയമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പരിചയപ്പെട്ട് ഓരോരോ ട്രൂപ്പിലായി. പിന്നെ ഇവരെ സത്യം പറഞ്ഞാൽ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും പഴയ പാട്ടുകളൊക്കെ രാധാകൃഷ്ണൻ ചേട്ടനാണെങ്കിലും നാരായണ ചേട്ടനാണെങ്കിലും അതെനിക്കറിയില്ല. അത് പഴയ പാട്ട് പാടുക എന്ന് പറയുന്നത് അത് റെക്കോർഡ് പോലെ പാടുക, നമ്മുടെ മനസ്സിലത് സ്ഥാനം പിടിച്ചേക്കുകയാണ്. എനിക്ക് ഭയങ്കര അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഓരോ പാട്ടുകളും പാടുമ്പോഴും പെർഫെക്ഷനും അതുപോലെ ആരാധകരും ഉണ്ട് കേട്ടോ. അവർക്ക് എവിടെ ചെന്നാലും രാധാകൃഷ്ണനും നാരായണ ചേട്ടനൊക്കെ എവിടെ ചെന്നാലും അവരുടെ പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ ഓടി വരുമ്പം എത്രമാത്രം ഫാൻസ് ഉണ്ട് രാധാകൃഷ്ണൻ ചേട്ടന്. ഞാൻ എപ്പോഴും ഓർക്കും. ഒത്തിരി അവരുടെ രണ്ടുപേരുടെയും പാട്ടുകൾ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവരെ രണ്ടുപേരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശ്രീ നാരായണൻ ചേട്ടനും രാധാകൃഷ്ണൻ ചേട്ടനും രണ്ടുപേരും ഇവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട്. ഞാൻ അവരെ വിളിക്കാം. അപ്പോൾ സിന്ധുജി അവർ വരുന്നത് വരെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്, അപ്പോൾ ആ സമയം കൊണ്ട് അവരെത്തും. ഓക്കെ, ആയിക്കോട്ടെ. ഞാനും നാരായൺജിയും കൂടെ ഇങ്ങനെ സ്റ്റുഡിയോയിൽ വന്ന് അല്ലെ പിന്നെ ഇവിടെ ഒന്ന് പ്രൊഡ്യൂസറെ കാണാനായിട്ട് വന്നപ്പോഴിങ്ങനെ സിന്ധു എന്നൊരു സിംഗർ ഇവിടെ ഉണ്ട്, പാട്ട് പാടുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും രാധാകൃഷ്ണ നമ്മൾ ഇങ്ങനെ ഒരു സിന്ധുവിനെ വെച്ച് നമ്മുടെ അജയൻജി ഒരു സംഗതി എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് പെട്ടെന്ന് ഞങ്ങൾ നമ്മളെ നമ്മളിവിടെ വരികയും ചെയ്തു. അതൊരു നിമിത്തമായിട്ട് കാരണം കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രോഗ്രാം ഒരുമിച്ച് പാടിയതല്ല. ഇന്ന് നമ്മൾ കോട്ടയത്ത് പോകാനിരിക്കും, അത് ക്യാൻസൽ ചെയ്തു. അതെ അതെ, അതുകൊണ്ടൊന്ന് കാണാൻ സാധിച്ചു. വളരെ സന്തോഷം. എനിക്ക് നിങ്ങളെ കാണാൻ സാധിച്ചു, അതാണ് ഭാഗ്യം. അതിലൊരു എന്താ ഗോഡ്സ് ഗ്രേസ്, അത്രയേ ഉള്ളൂ നമ്മൾ പറയുന്നത്. പാട്ടൊക്കെ പാടി കഴിഞ്ഞോ? ഓ അതെ. സിന്ധുവിനെ കാണുമ്പോൾ നമ്മളെ ഡുവൈറ്റ് സോങ് ഒക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്, ഒരുപാട് ഗാനങ്ങളും. ഞാൻ അങ്ങോട്ട് അജയ് ചോദിക്കുന്നവരെ ഞാൻ ചോദിക്കുകയാണ്, സിന്ധുവിനെ കുറിച്ചൊരു രാധാകൃഷ്ണൻ്റെ ഒരു സിന്ധുവിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6 വർഷത്തിനകത്താണ് ഞാൻ സിന്ധുവായിട്ട് പരിചയപ്പെടുന്നത് തന്നെ. ഈ 6 വർഷവും ഗവൺമെൻറ് പ്രോഗ്രാമിന് ഞങ്ങൾ എന്താ ഓണം പ്രോഗ്രാം, അതുപോലെ ആ പ്രോഗ്രാമിനെ കുറിച്ചാണ് സിന്ധുവിനെ കാണുന്നത്. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ കീബോർഡ്സ് ജോയിയാണ്. അപ്പോൾ എങ്ങനെ ഞങ്ങളിങ്ങനെ പാടി പാസ്വതിൽ പഴയ പാട്ടുകൾ പാടുമ്പോൾ അത്ര ഒരു എനർജറ്റിക്കായിട്ട് പാടുന്ന ഒരു ആർട്ടിസ്റ്റ് സിന്ധു സത്യമായിട്ട് പാടുന്നു. പിന്നെ അതിനുശേഷം ഇതുവരെയും ഞങ്ങൾ ഒരുമിച്ച് തന്നെ എല്ലാ പ്രോഗ്രാമിനും പോകുന്നത്. അതൊക്കെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു അനുഭവം ഒരുമിച്ചാണ് നമ്മൾ സിന്ധുവിനെ. പക്ഷെ അതിന് മുമ്പ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ജോയിയുടെ ഒരു പ്രോഗ്രാമാണ്, കല്ലറ ഗോപനാണ് പാടിയത്. അന്ന് ഈ സിന്ധു വന്നു. അപ്പോൾ സിന്ധു ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, ഓർമ്മിക്കുന്നുണ്ടോ സിന്ധു? അന്ന് വന്നു. അപ്പോൾ ഞാൻ ഇതാരാ? അത് ചേട്ടാ ഒന്ന് കേട്ട് നോക്ക്, ഈ കുട്ടിയുടെ പാട്ടൊന്ന് കേട്ട് നോക്കുന്നു പറഞ്ഞു. അതാണ് ആദ്യം ഞാൻ കാണുന്നത്. പിന്നെ കാണുന്നത് നമ്മുടെ കൂടെയാണ്. അതെ അതെ, പിന്നെ നമ്മുടെ പ്രോഗ്രാം എല്ലാ പ്രോഗ്രാമിലും നമ്മൾ സിന്ധു അന്നത്തെ പാട്ട് കേട്ടപ്പോൾ തന്നെ വളരെ
അയ്യോ നമ്മൾ പിന്നെ ഓണം പ്രോഗ്രാമൊക്കെ പാടുമ്പോൾ ഓരോരുത്തരും വന്ന് ഇങ്ങനെ വെളിയിലാകെ പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു സീൻ. അത് മാത്രമല്ല നമ്മുടെ രൂപം കണ്ടപ്പോഴേ സിന്ധു ഇച്ചിരി പേടിച്ചു പോയി. രണ്ട് തടിയന്മാർ വന്ന് നിൽക്കുന്നു, അയ്യോ ഇവരുടെ കൂടെ എങ്ങനെയാണ്, ഇവരുടെ കൂടെയാണോ ഞാൻ പാടേണ്ടത് എന്നൊരു പേടി ഉണ്ടായിരുന്നല്ലേ? ഞങ്ങൾ മെയിൽ ഡ്യൂറ്റ് പാടുമ്പോഴേ എല്ലാവരും പറയും എൻ്റെ ഒരു പ്രദേശത്തിനെ പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പാട്ടുകൾ ഞങ്ങൾ പാടിയിട്ടുണ്ട്. തമിഴും ഹിന്ദിയും ഒക്കെ ആയിട്ട് കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഏതായാലും വളരെ സന്തോഷം കണ്ടതിൽ. പിന്നെ വേറെ വിശേഷങ്ങൾ? ട്യൂഷനൊക്കെ എങ്ങനെ പോകും? വെരി ഗുഡ്, വെരി ഗുഡ്. കുറേ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഫേമസ് ആയിട്ട് എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടല്ലോ. ഞങ്ങൾ ഈ അമ്പലങ്ങളിലൊക്കെ പാടുമ്പോൾ ആദ്യത്തെ പാട്ട് ശിവകുമാരൻ തമ്പി സാറിൻ്റെ വരികൾ മറുനാട്ടിലൊരു മലയാളി എന്ന സിനിമ, മനസ്സിലുണരു, കൊള്ളാം, നല്ല പാട്ട്. അതാണ് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വരികയാണ് മാർച്ചിൽ. അദ്ദേഹത്തെ തന്നെ ഒന്ന് മനസ്സിൽ എന്താ പറയണ്ടേ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കേൾക്കാം, ആ പാട്ട് കേൾക്കാം. മനസ്സിലുണരു ഉഷസന്ധ്യയ മായാമോഹിനി സരസ്വതി മനസ്സിലുണരു ഉഷസന്ധ്യയ മായാമോഹിനി സരസ്വതി നാദസദസ്സിലെ നവരത്ന വീണയിൽ നാദസദസ്സിലെ നവരത്ന വീണയിൽ നാദം തുളുമ്പുമീ നവരാത്രിയിൽ മനസ്സിലുണരു ഉഷസന്ധ്യയ. നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നിന്മന്ദഹാസമാ ബോധനിലാവിൽ മനസ്സിലുണരു ഉഷസന്ധ്യയ. നാരായൺജി മാസത്തിൽ ഹിന്ദിയും തമിഴും എല്ലാം അസാധ്യമായിട്ട് എന്താ പറയണ്ട ആ സ്ലാങ് ചെയ്ത് പാടുന്നതാണ് നാരായൺജി. അത് നേരത്തെ സിന്ധു പറഞ്ഞല്ലോ, സിന്ധു പറഞ്ഞു ഒരു നല്ലൊരു ഹിന്ദി ഗായകനാണ് എന്നാണ് സിന്ധു എന്നെ സാധാരണ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഹിന്ദി പാട്ട് പാടുന്നതിന് മുമ്പ് തന്നെ ഞാൻ തുടക്കം തമിഴിലായിരുന്നു. അതായത് 75, 76, 77 ആ സമയത്തൊക്കെ 78 മുതൽ കംപ്ലീറ്റ് തമിഴായിരുന്നു ഞാൻ പാടിയിരുന്നത്. അന്ന് ഹിന്ദി വളരെയധികം ഞാൻ ഹിന്ദി പാടിയിട്ടില്ല, തമിഴ് ബേസ് ചെയ്താണ്. പിന്നെ ഇളയരാജയുടെ SPB ടീം വന്നപ്പോൾ അതിൽ കൂടുതലും 70% ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് തമിഴിലാണ്. പിന്നെ അത് കഴിഞ്ഞ് AR റഹ്മാനൊക്കെ വന്ന് സുരേഷ് പീറ്റേഴ്സൊക്കെ പാടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഹിന്ദിയിലോട്ട് സ്വിച്ച് ഓൺ ചെയ്ത്, അതും പഴയ ഹിന്ദി ഗാനങ്ങൾ. തമിഴിൽ നാരായൺജി തുടക്കത്തിൽ പാടുന്ന പാട്ട് എപ്പോഴും ഓർമ്മയുണ്ട്, ഇളയനില. ഇളയനില വളരെ ഫേമസ് ആയിട്ടുള്ള സോങ്ങാണ്. ഒരുപാട് സ്റ്റേജിൽ എൻ്റെ ഇൻട്രഡക്ഷൻ സോങ് ഇളയനിലായിരുന്നു. അയ്യോ, പിന്നെ ഞാൻ ഒത്തിരി തമിഴ് ഗാനങ്ങൾ ഇങ്ങനെ അന്നെന്ന് വെച്ചാൽ ഇളയരാജയുടെ പാട്ടുകളെന്ന് വെച്ചാൽ 3 മാസത്തിലൊരിക്കൽ പുതിയ പാട്ടുകൾ വരും. അതെ 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 അതെ. അപ്പം നമുക്ക് ഒരു പാട്ട് 3 മാസത്തിൽ കൂടുതൽ ഗാനമേളയ്ക്ക് പാടാൻ പറ്റില്ല, അത് മാറ്റിയിട്ട് അടുത്ത പാട്ട് എടുക്കും. ഇന്നത്തെ പോലെയില്ല. പിന്നെ ഈ പറയുന്ന പോലെ അന്ന് പാടുന്ന സമയത്ത് ഒരുപാട് വേദികൾ ഇങ്ങനെ പാടി 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 ഇപ്പോഴും ആ പാട്ടുകൾ ഞങ്ങൾക്ക് പുസ്തകമില്ലാതെ പാടാൻ സാധിക്കും, ബുക്ക് വേണ്ട. അത് ചൈൽഡ്ഹുഡിൽ, അത് കൊച്ചുനാളിൽ 25 വയസ്സിലൊക്കെ പാടിയത് ഇപ്പോൾ ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ ബാക്കി പാട്ടുകൾ പാടണമെങ്കിൽ ബുക്ക് വേണം. പ്രായം കുറേ ആയി, ഈ ഫീൽഡ് തന്നെ 50 വർഷം കഴിഞ്ഞു, 50 ഇയേഴ്സായി. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അതിൻ്റേതൊരു ഇതുണ്ട്.
എന്നാൽ സിന്ധു പറയുന്നു ഇപ്പം തന്നെ സിന്ധുവിന് ബുക്ക് വയ്ക്കുമ്പോൾ ലിറിക്സ് ചിലപ്പോൾ മറന്നു പോകുന്നു. അപ്പോൾ ഇനി നമ്മുടെ പ്രായമൊക്കെ വരണ്ടേ? അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അത് സ്വാഭാവികമാണ്, എല്ലാവർക്കും അങ്ങ് മറന്നു പോകും. പിന്നെ ഞാനും സിന്ധുവും കൂടെ പാടിയിട്ടുള്ളത് കൂടുതൽ ഹിന്ദിയാണ് അല്ലേ? ഹിന്ദിയാണ് പാടിയിട്ടുള്ളത്. കോരാ കാഗസ്ത ഏമൻ മേര ആ പാട്ട് പാടിയിട്ടുണ്ട്. ഇളയനില സ്ഥിരമായിട്ട് ഞാൻ പാടുന്ന പാട്ടാണ്. അല്ല, ഞാനൊരു സിന്ധുവായിട്ട് ആദ്യം ഒരു ഡുവറ്റ് പാടിയായിരുന്നു. കോരാ കാഗസ്ത ഓർമ്മയുണ്ടല്ലേ അല്ലേ? ഒരു 4 വരി അതിന്. कागज था ये मन मेरा 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 लिख लिया नाम इस पे तेरा 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 कोरा कागज था ये मन मेरा മലയാളം, ഹിന്ദി, തമിഴ് ഒറ്റ ഫീമെയിൽ വോയിസേ ഉള്ളൂ സിന്ധു. ബാക്കി പാടുന്ന മുഴുവൻ നമ്മളാണ്. എത്ര പാട്ട് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ച് പറയും മധുര പ്രതീക്ഷതൻ എന്ന് പറയുമ്പോൾ നമ്മള് അതെ. ഈ ഗാനമേള സ്റ്റേജിൽ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു മലയാളം ഡ്യുവറ്റ് പാടും, അത് കഴിഞ്ഞ് ഒരു തമിഴോ ഹിന്ദിയോ ഡ്യുവറ്റ് പാടും, പിന്നെ സിന്ധുവിൻ്റെ സോളോ. അപ്പോൾ സിന്ധുവിന് റെസ്റ്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫീമെയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരെ കൊണ്ട് പാടിക്കാം, റെസ്റ്റ് ഇല്ലാതെ. പക്ഷെ ആ സമ്മതിച്ചെന്ന് കേട്ടോ, ആ റെസ്റ്റ് ഒന്നും വേണ്ടതാ, അടിപൊളിയായിട്ട് പാടും, ഒരു രക്ഷയില്ല. അതെ. അനുരാഗ യമുന തൻ തീരത്തു വെച്ചൊരു അജവാല ബാലികയെ കണ്ടുമുട്ടി, ഒരു അജവാല ബാലികയെ കണ്ടുമുട്ടി. മധുര പ്രതീക്ഷതൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി. പാട്ടിന് സമ്മാനം പൊന്നല്ല മുത്തല്ല, ആരോമൽ പെണ്ണിൻ്റെ ഹൃദയം മാത്രം, തങ്കക്കിനാവുകൾ തളർമേത്ത നീർത്തുന്ന നിൻകരൾ മാത്രം, അവനു പോലും സഖി നിൻകരൾ മാത്രം അവനു പോലും. മധുര പ്രതീക്ഷതൻ പൂങ്കാവിൽ വെച്ചൊരു മണിവേണു ഗായകനെ കണ്ടുമുട്ടി. അനുരാഗ യമുന തൻ തീരത്തു വെച്ചൊരു അജവാല ബാലികയെ കണ്ടുമുട്ടി, ഒരു അജവാല ബാലികയെ കണ്ടുമുട്ടി. ഇത് വാസ്തവത്തില് അത് മാത്രമല്ല, നമ്മൾ സെലക്ട് ചെയ്ത പാട്ടല്ല, ഓഡിയൻസിന്റെ ഇടയിൽ നിന്നാണ് ഇങ്ങനെ വരുന്നത്. നമ്മള് പ്രതീക്ഷിക്കാതെയാണ്, ബൈ ഹാർട്ട് കാണാതെ പഠിച്ചാ പാടുന്നത്. പക്ഷേ ഏതൊരു അവസ്ഥയിലും സിന്ധുവിൻ്റെ ആ പെർഫോമൻസ് വെച്ചാൽ കഴിഞ്ഞ ഓണത്തിന് പ്രോഗ്രാമിന് ട്രാഫിക്കിൻ്റെ ഇടയിൽ പെട്ടുപോയി. പരിപാടി 6 മണിക്ക് തുടങ്ങണം. ഞാൻ രാധാകൃഷ്ണനെ ആളിനെ കണ്ടില്ല, മെയിൻ ആളിനെ കണ്ടില്ല. അവസാനം ഓടി കിതച്ച് വരെയാണ്, അയ്യോ 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 എന്ന്. പക്ഷേ കയറി വന്ന് 10 മിനിറ്റ് കൊണ്ട് റെഡിയായി, പിന്നെ സ്റ്റേജിൽ കയറി. ആ ഒരു കോൺഫിഡൻസ്. അതൊക്കെ ഒരു അതുപോലെ നമ്മൾ ഈ ചിലപ്പോൾ ഇപ്പോഴത്തെ
ജനറേഷൻസിൽ പറയണം. നമ്മൾ കുറച്ച് പാട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ട് പഠിച്ചോണ്ട് വരും. അത് കൂടാതെ ഒരു പാട്ട് ഓഡിയൻസിൻ്റെ വന്നു, നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ചേട്ടാ ഞാനത് പഠിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഏത് പാട്ടായാലും ഒരു 5 മിനിറ്റ് ഒരു പാട്ട് പാടിക്കുക, ഞാൻ ഇത് പഠിച്ചോളാന്ന് പറയും. അപ്പം ഇരുന്ന് പഠിക്കും. അതാണ് സിന്ധുവിൻ്റെ ക്വാളിറ്റി. ഞാൻ ഉദയഭാൻ ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ദുബായിൽ പ്രോഗ്രാമിന് പോയപ്പോൾ എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ നമ്മുടെ CET-യിൽ പഠിച്ച സ്റ്റുഡൻസ് അവിടെ ചെന്ന് അവർ വലിയ ഉദ്യോഗസ്ഥരാണ് അവിടെ. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം വെച്ചു. അപ്പോൾ നോട്ടീസൊക്കെ അടിച്ചിറക്കി ഇങ്ങനെ പഴയ പാട്ടുകൾ മാത്രമെന്ന് പറഞ്ഞു. അപ്പം സ്റ്റേജിൽ ഞാൻ ഉദയഭാൻ ചേട്ടനും നമ്മുടെ ആങ്കർ സുരേഷും ഉണ്ട്. അപ്പോൾ അതിലെ സെക്രട്ടറി അനൗൺസ് ചെയ്യാണ്, ഇന്ന് നടക്കാൻ പോകുന്ന ഓൾഡ് ഈസ് ഗോൾഡിലെ നമ്മുടെ രാജേഷ് പാടുന്ന പാട്ടുകൾ ഒറ്റ പാട്ട് പോലും ബുക്ക് നോക്കി പാടും, എല്ലാം കാണാതെ ബൈഹാർട്ടാക്കി പാടണമെന്ന് പറയും. ഞാൻ അത് മാത്രമല്ല, നിങ്ങൾ ആവശ്യപ്പെടുന്ന, ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന, ഓഡിയൻസ് ആവശ്യപ്പെടുന്ന ഗാനം പാടും. അപ്പോൾ ഞാൻ പറഞ്ഞു സുരേഷ് എന്നാണ്. അപ്പോൾ സുരേഷേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ, രാജേഷ് പാടുമെന്ന് അറിയാം. അങ്ങനെ എല്ലാ പാട്ടും അവർ പറഞ്ഞ എല്ലാ പാട്ടും പാടി വന്ന് ഉദയഭാനി സാർ ഇങ്ങനെ അടുത്തിരിക്കുക, ചേട്ടാ ഇരിക്കുക. ലാസ്റ്റ് സോങ് അത് ഉദയഭാനി ചേട്ടൻ ഒരു അയ്യപ്പ ഭക്തി ഗാനം ട്യൂൺ ചെയ്തിട്ട് പാടിയിട്ടുണ്ട്, ഏതെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ആ പാട് വിഷമിച്ചു. ഭാനുചേട്ടന് പറയാൻ പറ്റില്ല, ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലേ ഇന്ന പാട്ടാണോ. ഞാൻ നിങ്ങൾ ഇത്രയും സമയം എന്നെ ക്ഷമിച്ചല്ലോ, ഒരു നിമിഷം കൂടെ എന്നെ ആലോചിക്കാൻ സമയം എടുത്തോളാം പറയും. അങ്ങനെ കിട്ടി. അയ്യപ്പൻ്റെ അനുഗ്രഹത്തിൽ ആ പാട്ട് കിട്ടി. തന്നെ ജീവപ്രപഞ്ചത്തെ ആധാരമൂർത്തിയം ശ്രീധർമ്മശാസ്താവേ. വാസ്തവത്തിൽ ഇതൊക്കെ ഒരു അനുഗ്രഹമാണ്. ജയവിജയമാരുടെ ആ കാസറ്റിൽ കൂടെയാണ് ഈ പാട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കോളേജിന് പഠിക്കുന്ന സമയത്ത് ഇറങ്ങിയ പാട്ടാണ് ഇതൊക്കെ. അതുപോലെ വേറെ പാട്ടുകളുണ്ട്. ശബരിഗിരീശ്വര സൗഭാഗ്യദായക ശരണം തവ ചരണ. ആ പാട്ട് ഇതൊക്കെ ഭയങ്കര ഒരു അനുഭവമാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന വന്ന പാട്ടാണ്. 16-17 വയസ്സിൽ ഈ പാട്ട് കേട്ടിട്ടുണ്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ ചായക്കടയിൽ പോകും ചായ കുടിക്കാൻ. അപ്പോൾ അവിടെ ഇടും ഈ പാട്ടിടും. അങ്ങനെയൊക്കെ കേട്ട് വളർന്ന പാട്ടാണ്. സിന്ധു, എനിക്ക് ഒരിഷ്ടപ്പെട്ട പാട്ടുണ്ട്. അത് സിന്ധുവിൻ്റെ വോയിസിൽ കേൾക്കണമെന്നൊരാഗ്രഹമുണ്ട്. വളരെ ടഫ് സോങ് ഒന്നുമല്ല, സിന്ധുവിന് അറിയാവുന്ന പാട്ടാണ്. അത് മലയാളമോ തമിഴോ ഒന്നുമല്ല, ഒരു ഹിന്ദി പാട്ടാണ്. വാണി ജയറാം ആദ്യം ഹിന്ദി പാടിയൊരു പാട്ടുണ്ട്, ബോലരേ പപ്പി. അറിയാവോ? ബോലരേ പപ്പി അറിയാമല്ലോ. അതിൻ്റെ ഒരു 4 വരി ഒന്ന് പാടിയാട്ടെ. വാസ്തവത്തിൽ വാണിയമ്മയ്ക്ക് അല്ലേ നമ്മുടെ മനസ്സ് നിറഞ്ഞ ഒരു ആദരവാണ് വാണിയമ്മയ്ക്ക് കൊടുക്കുന്നത് ആ പാട്ട്. വാണിയമ്മ ആ പാട്ട് ഒറ്റ പാട്ടേ പാടിയിട്ടുള്ളൂ തോന്നുന്നു ഹിന്ദിയിൽ. അതിനുശേഷം പാടി അത് കഴിഞ്ഞ് 1-2 പാട്ടോട് പാടി ഹിറ്റായില്ല. പക്ഷെ അത് ഹോളിവുഡിന്റെ ഒരു കോക്കസ് ഉണ്ട്, നമ്മളെ വിട്ടു പിരിഞ്ഞു പോയത് പ്രതീക്ഷിക്കാതെയാണ്. ലതാ മങ്കേഷ്കർ അവിടെ അടക്കി സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇവരെ വരാൻ സമ്മതിച്ചില്ല. അതുപോലെ തന്നെ നമ്മുടെ ദാസേട്ടൻ പാടി അങ്ങ് കയറി വന്നു. അവസാനം ടാൻസ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ ദാസേട്ടൻ്റെ പാട്ട് ഇറങ്ങിയ വെളിയിറങ്ങില്ല, സിനിമ ഇറങ്ങില്ല, പാട്ടും ഇറങ്ങില്ല. പക്ഷേ അതിൻ്റെ ഒരു പാട്ട് എനിക്ക് കേൾക്കാൻ അവസരം കിട്ടി. പക്ഷേ അതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖച്ഛായ മാറുമായിരുന്നു. പക്ഷേ അവിടെ കിഷോർ കുമാറും മുഹമ്മദ് റഫിയും അവരൊന്നും ഈ വൈറ്റ് ആൻഡ് വൈറ്റ് മദ്രാസി പിന്നെ നമ്മൾ വളരാൻ സമ്മതിക്കില്ല. പിന്നെ മദ്രാസിൽ വെച്ചാണ് ആദ്യം ബോംബെയിലായിരുന്നു. അത് സലീൽ ചൗധരിയും രവീന്ദ്രൻ ജയനുമാണ് കൂടുതൽ. രവീന്ദ്രജി പ്രത്യേകം പറഞ്ഞല്ലോ, എനിക്ക് കണ്ണിന് കാഴ്ച കിട്ടുകയാണെങ്കിൽ എനിക്ക് ആദ്യം കാണേണ്ട യേശുദാസിനാണ്. അതൊരു വലിയ ഒരു എന്താ പറയണ്ടത്, ദൈവം അറിഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു വരമാണ് പോലെ.
സിന്ധു അതേപോലെ ഞാൻ സ്റ്റേജിൽ വച്ച് സിന്ധുവിനെ കൊണ്ട് ഒരുപാട് പ്രാവശ്യം പാടിപ്പിച്ച പാട്ടുകൾ എല്ലാ സ്റ്റേജിലും ഞാൻ പ്രത്യേകം പറയുന്ന ഒരു പാട്ടുണ്ട്. അത് സുശീലാമ്മ പാടിയ പാട്ടാണ്. ആരോമലുണ്ണി എന്ന ചിത്രത്തിലെ ഉദയഗിരി കോട്ടയിൽ ആ സിനിമയും ആ പാട്ടുമൊക്കെ കേൾക്കുമ്പോൾ എന്താ ബ്യൂട്ടിഫുള്ളായിട്ടാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല സുശീലാമ്മയുടെ വോയിസ്, അയ്യോ, അത് ഷീലാമ്മയാണ് ആ പാട്ടിൽ ലിപ്പ് കൊടുക്കുന്നത്. അസാധ്യമായിട്ട് ശരിക്കുന്നത് ആരോമലുണ്ണി കുഞ്ചാക്കോ സാറിൻ്റെ ഫിലിമാണ്. അത് മറക്കില്ല ആ പാട്ട്. മനസ്സിൽ ഇങ്ങനെ ഹോണ്ട് ചെയ്തു. അതെ, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അതിന് സംഗീതം ദേവരാജ മാഷ്, വയലാർ ദേവരാജൻ തന്നെ. അപ്പോൾ അതൊന്ന് പാടിയാൽ വളരെ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഇത്രയും നല്ല പാട്ടുകളുണ്ടെന്ന് ഞാൻ വളരെ വൈകിയാണ് അറിഞ്ഞത്. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ മലയാള പാട്ട് കേൾക്കാറില്ല. ഈ വയലാർ, ദേവരാജൻ, ദക്ഷിണാമൂർത്തി ഒന്നും എനിക്കറിയില്ല. പക്ഷേ മാർക്കോസിൻ്റെ കൂടെ പോയി തുടങ്ങിയപ്പോഴാണ് മലയാളത്തിൽ ഇത്രയും മനോഹരമായ പാട്ടുകളുണ്ട്. അത് കേട്ടാലും മതി വരാത്ത പാട്ടുകൾ. അങ്ങേരുടെ 12 കൊല്ലം ഞാനുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് മലയാളത്തിൽ ഇത്രയും പാട്ടുകൾ. അതുവരെ ഞാൻ ഹിന്ദിയും തമിഴും മാത്രമേ കേൾക്കുള്ളൂ. അതങ്ങനെ മലയാളത്തിൽ ഇതൊക്കെ എന്തൊരു വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ സുശീലാമ്മയൊക്കെ പാടി വെച്ചിരിക്കുന്ന അച്ഛനും മാഷിന്റെ ഓരോ പാട്ടും മണിമണി പാട്ടൊക്കെ നമുക്ക് സമ്മാനിച്ചിട്ട് പോയത് നമുക്ക് ഏറ്റവും അവരുടെ ഹൃദയമാണ് നമുക്ക് ഇവിടെ തന്നിട്ട് പോയത്. അത്രയ്ക്ക് ലെജൻഡ്. അതുപോലെ തന്നെ വ്യത്യസ്തമായ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന സലീൽദയുടെ ഓരോ പാട്ടുകളും പ്രത്യേകമായിട്ടുള്ള പാട്ടുകൾ പറയാതിരിക്കാൻ പറ്റില്ല. അവരൊക്കെ ആ ഒരു എന്താ പറയണ്ടേ, ഈ മലയാള സിനിമ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഇവരുടെ ഗാനങ്ങൾ തന്നെ. അത് പാട്ടിൻ്റെ ശൈലി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാം. ഇത് സംഗീത സംവിധാനം ചെയ്തത് ഇത് ചെയ്തത് അബ്ദുൽ മാഷാണ്. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. പാട്ട് കേട്ടാൽ നമുക്കറിയാം. ഒന്നും നമുക്കറിയാൻ സാധിക്കില്ല ഇത് ആരാ ചെയ്തത്, ഒന്നും ഓർമ്മ നിൽക്കില്ല. കാരണം വന്ന ഒരു മാസം കഴിയുമ്പോൾ മാഞ്ഞു പോകും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. രാധാകൃഷ്ണ, ഈ 16-ാം തീയതി മാർച്ച് 16 നമ്മുടെ തമ്പിച്ചേട്ടന് 86 വയസ്സ് തികയാണ്. നിങ്ങൾ എത്രത്തോളം പാട്ടുകൾ അങ്ങേറ്റ പാടിയിട്ടുണ്ടോ? അങ്ങേർക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട്, ഒരു നല്ലൊരു ഗാനം ഒന്ന് പാടാം. ഒരുപാട് നേരത്തെ പാടിയ പാട്ട്, അതും തമ്പി സാറിൻ്റെ പാട്ടാണ്. എന്തുമാത്രം പാട്ടുകൾ. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. മിഴികളിലൂറും അശ്രുബിന്ദുവിൽ സ്വപ്നബിന്ദു ഹൃദയ സരസേ
അത് നല്ല പാട്ടല്ലേ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റ് പുള്ളിമാരി, വളരെ നല്ല പാട്ട്. അത് മധുസാറിന്റെ സിനിമയല്ലേ? മഹസാറിൻ്റെ ഗംഭീര ഫിലിമും എന്താ പറയുക, അതിമനോഹരമായിട്ട് ആ പടം എഴുതിയിരിക്കുന്നു. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ, എൻ്റെ നെഞ്ചിൽ തുള്ളി വന്ന എന്തിനാണ്? കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ, കണ്ണിലെൻ്റെ കൊമ്പ് കൊണ്ട് തെങ്ങിലാണ്. സിന്ധു, നമുക്ക് ഈ ശ്രീമാരൻ തമ്പി ചേട്ടൻ്റെ ലിറിക്സിൽ അർജുനൻ മാഷ് സംഗീത സംവിധാനം ചെയ്യാൻ ഒരു നല്ലൊരു പാട്ടുണ്ട്, ചന്ദനരശ്മിതൻ. ആ പാട്ട് ചന്ദ്ര, എനിക്ക് മലയാളം കുറച്ചറിയാം. ചന്ദ്രരശ്മിതൻ എന്താ അന്വേഷണം എന്ന് പറയുന്ന സിനിമയിലല്ലേ ആ പാട്ട്? അന്വേഷണം മനോഹരമായിട്ടുള്ള പാട്ടാണ്, അതൊന്ന് പാടിക്കേ. പിന്നെ ശ്രീമാനൻ തമ്പിക്ക് വേണ്ടി, ശ്രീമാനൻ തമ്പി സാറിന് വേണ്ടിയിട്ട് നമ്മൾ 3 പേരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടിയാലോ? ഏതെങ്കിലും ഉണ്ടോ രാജേഷ? ഉണ്ടല്ലോ, നസീർ സാറ് ഡബിൾ റോൾ അഭിനയിക്കുന്ന ഒരു ഫിലിമുണ്ട്, പിക്നിക്ക്. അല്ലേ, ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ, ഉണരും നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ. ശില്പികൾ നമ്മൾ, ഭാരത ശില്പികൾ നമ്മൾ, ഉണരും നവയുഗ വസന്തവാടിയിൽ വിടർന്ന പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ, വിടർന്ന പുഷ്പങ്ങൾ. ഈ വരുന്ന മാർച്ച് 16-ാം തീയതി എനിക്ക് ഏറ്റവും ഞാൻ ആരാധിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ശ്രീകുമാരൻ തമ്പി ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ഇൻ അഡ്വാൻസ് ചേട്ടന് എല്ലാവിധ ഭാവങ്ങളും ഐശ്വര്യങ്ങളും ദൈവം തരട്ടെ. തീർച്ചയായിട്ടും ഇനിയും അതിമനോഹരമായ ഗാനങ്ങൾ ചേട്ടൻ എഴുതട്ടെ. എല്ലാവിധ സൗഭാഗ്യം ചേട്ടനുണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. മാർച്ച് 16-ാം തീയതി ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ബർത്ത്ഡേ ആണ്. ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ ഞങ്ങൾക്ക് കേൾക്കാൻ ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും അങ്ങേയറ്റം വരെ ദൈവം കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഗാനരചയിതാക്കളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു ആളാണ് നമ്മുടെ തമ്പി സാർ. അദ്ദേഹം ഈ 86-ാമത്തെ വയസ്സിലും
ഏതെങ്കിലും ഒരു ഗാനം രചിച്ചാൽ തീർച്ചയായിട്ടും അത് സംഗീത സംവിധാനം ചെയ്യാനുള്ള കഴിവുള്ള ഇപ്പോഴത്തെ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ തീർക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് ഇനിയും ജഗദീശ്വരൻ ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. നമ്മൾ ഈ ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പ്രേക്ഷകർക്ക് ഈ ഒരു എപ്പിസോഡ് ഹൃദ്യമാകും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും കൂടുതൽ അംഗീകാരങ്ങളും ചലച്ചിത്ര അവസരങ്ങളും ഒക്കെ സിന്ധുജിയെ തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു. അപ്പോൾ ഇത്രയും സമയം എനിക്ക് നല്ലൊരു എൻ്റെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി തന്നു മലയാളം ഓൺലൈൻ TV. അവരോട് പ്രത്യേകം എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പാട്ടുകളെയും എല്ലാവരും സ്നേഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.